Good afternoon. Good afternoon, ma'am. Good afternoon, madam. Good afternoon, ma'am. Good afternoon. Prayer ചെയ്യാം madam. ചെയ്തോളൂ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ എൻ്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നുമെന്നിൽ കൃപ ചൊരിയണമേ നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയായി എൻ്റെ കരത്തിലും നന്മയായി നീ നിറഞ്ഞിരിക്കണമേ എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ. താങ്ക് യു മാഡം. ഓക്കെ, നല്ലായിരുന്നു കേട്ടോ. സൈനിങ് ആരാണ്? സൈൻ ചെയ്തോളൂ കേട്ടോ. ആരാണ് സൈൻ ഇൻ ചെയ്യുന്നേ? ഒരാള് പറഞ്ഞിരുന്നല്ലോ, ആള് വന്നിട്ടില്ലേ? ഓക്കെ, വേറെ ആരെങ്കിലും ചെയ്താലും മതി. ക്ലാസ്സിൽ കയറാൻ പറ്റുന്നില്ലെന്നോ? യെസ് മിസ്. സബീന എന്ന് പറഞ്ഞ ആളും അഞ്ജു എന്ന് പറഞ്ഞ ആൾക്ക് രണ്ടുപേർക്കും ക്ലാസ്സിൽ കയറാൻ പറ്റുള്ളൂ മെസ്സേജ് അയക്കുന്നുണ്ട്. അല്ലേ? അവരാണോ സൈൻ ഇൻ ചെയ്യാന്ന് പറഞ്ഞിരുന്നേ? സൈൻ ഇൻ നീതു ആണെന്ന് തോന്നുന്നു. വേറെ ആരെങ്കിലും ചെയ്യാമോ? സമയം പോകുന്നു. നിത്യ തന്നെ ചെയ്തോളൂ. നിത്യ പ്രതീക്ഷയെ സൈൻ ഇൻ ചെയ്യാവോ? കോഴ്സ് ഒന്ന് കഴിയട്ടെ മിസ്സേ, ഒരു മിനിറ്റ്. എനിക്ക് ഇവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഒരു മിനിറ്റ്. കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞാ മതി, എന്തേലും പറഞ്ഞാ മതിയോ മിസ്സേ? മതി മതി മതി. ശ്രീലക്ഷ്മി ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല മിസ്സേ. പെട്ടെന്ന് ഇപ്പൊ വായനാ ദിനം നമുക്ക് ഈ അടുത്താണ് കഴിഞ്ഞു പോയത്. ജൂൺ 19 ആയിരുന്നു നമ്മൾ വായനാ ദിനമായിട്ട് ആഘോഷിച്ചത്. ശ്രീ P.N. പണിക്കരുടെ ചരമദിനമാണ് ജൂൺ 19. അതുകൊണ്ടാണ് നാം ഈ ജൂൺ 19 വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പൊ ഒരു ആചരണം മാത്രമായിട്ട് മാറാതെ ഈ വായന എന്നും നമ്മുടെ കൂടെ തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നില്ല അത്രയും അങ്ങനെ ഒരു ഡേയുടെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും പരമാവധി നമുക്ക് പറ്റുന്നത് എന്താണോ അതുപോലെ വായിക്കാൻ വേണ്ടി ശ്രമിക്കണം. നമ്മുടെ തന്നെ മോഡ്യൂൾസിൽ പഠിച്ചതുപോലെ നമ്മുടെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യണമെങ്കിലും അതുപോലെ പദസമ്പത്ത് കൂട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പൊ ശശി തരൂരിനെ പോലുള്ള ചില മഹത് വ്യക്തികളൊക്കെ നന്നായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നുണ്ട് ഇത് എങ്ങനെ, ഇവരൊന്നും ഇത് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചിട്ടല്ല അവർക്കത് കിട്ടുന്നത്. ത്രൂ റീഡിംഗ് ആണ് അവർക്ക് പല പുതിയ വേർഡ്സ്, നമ്മൾ ഉപയോഗിക്കുന്ന കാഷ്വൽ വേർഡ്സിന് പകരമായിട്ടുള്ള ഫ്രേസസ് ഇങ്ങനെയും സ്റ്റാൻഡേർഡ് ആയിട്ട് പറയാമെന്നൊക്കെ നമ്മൾ വായനയിലൂടെയാണ് വായിക്കുന്നത്. അതിൽ ശശി തരൂർ ഒരു ഇന്റർവ്യൂവിൽ പറയണ കാര്യമുണ്ട്, നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ പല വേർഡ്സും നമ്മുടെ അർത്ഥം അറിയില്ല. അപ്പൊ നിങ്ങളൊരു ഡിക്ഷണറി എടുത്തതിന്റെ അർത്ഥമൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേ വാക്ക് തന്നെ പല പുസ്തകങ്ങളിലോ പല മാഗസിനിലോ പല സ്ഥലത്ത് കാണുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടും ആ സന്ദർഭം അനുസരിച്ച് ഇതാണ് അർത്ഥം എന്ന് നമുക്ക് കിട്ടിക്കോളും. അല്ലാതെ അതിരുന്ന് പഠിച്ചെടുക്കേണ്ട ഒരു കാര്യമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു വായനാ ദിനത്തില് എല്ലാവരും പരമാവധി കൂടുതൽ വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അറിവ് നേടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ കുഞ്ഞുണ്ണി മാഷിന്റെ ആ ഒരു വരികൾ ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം, വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും. അത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. മിസ് ഇപ്പം ഈ 2-3 പേര് ക്ലാസ്സിൽ കയറാൻ പറ്റില്ലെന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്. സൈൻ ഇൻ പറയാന്ന് പറഞ്ഞ നീതു, സബീന, അഞ്ജു ഇവർക്കൊന്നും ക്ലാസ്സിൽ കയറാൻ പറ്റണില്ലാന്ന്. ആണോ? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നത്തിന് മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ക്ലാസ്സിൽ കയറാൻ പറ്റാതെ? സ്റ്റക്കായി നിൽക്കാറുണ്ട് പലപ്പോഴും. ഉണ്ടല്ലേ? ഞാൻ ഇപ്പോഴാണ് ജോയിൻ ചെയ്യാൻ പറ്റിയത്. ഇത്ര നേരം ജോയിൻ ചെയ്യുമ്പോൾ സ്റ്റക്ക് ആയിട്ടാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനായിരുന്നു ഒന്ന് സൈൻ ഇൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്താണ് നീതു പറഞ്ഞത്? കേട്ടില്ല, മനസ്സിലായില്ല. ഞാനായിരുന്നു ഇന്ന് സൈൻ ഇൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഇത്ര നേരം ക്ലാസ്സിൽ കയറാൻ പറ്റാതെ സ്റ്റക്ക് ആയി നിൽക്കുകയായിരുന്നു. Okay, then thought of the day.
തോട്ട് ഓഫ് ദി ഞാനാണ്. നോക്കാം, അവരെ വരുമോ നോക്കാം കേട്ടോ. എന്തെങ്കിലും പ്രശ്നമായിരിക്കും. ഓക്കെ, അതിനകത്ത് തോട്ട് പറയുന്ന ആരാണ്? ഞാനാണ് മാം. ആ. The great ATM of education is not a knowledge but action. Herbert Spencer. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയാണ് നിർത്തിയത്? എന്താണ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്? മാം ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഇൻട്രൊഡക്ഷനും പിന്നെ കുറച്ച് എക്സാമ്പിൾസ് മാം പറഞ്ഞിരുന്നു. പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഡിഫൻസ് മെക്കാനിസം ഇൻട്രൊഡക്ഷൻ കംപ്ലീറ്റ് ഞാൻ പറഞ്ഞായിരുന്നോ? എല്ലാം പറഞ്ഞിരുന്നില്ലേ? എക്സാമ്പിൾസ് സഹിതം ഇൻട്രൊഡക്ഷൻ പാർട്ട് കംപ്ലീറ്റ് ആയില്ലേ? അതെ മാം. ആ, ചെയ്തല്ലേ? ഓക്കെ, അപ്പോ എന്താണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞു. നിങ്ങള് വീട്ടിലിരുന്ന് ആലോചിച്ചോ നിങ്ങള് ചെയ്യുന്ന പലതരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ച്? നിങ്ങളുടെ മനസ്സ് പല സാഹചര്യങ്ങളും റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ആലോചിച്ചായിരുന്നോ? ഇത് കഴിഞ്ഞതിന് ശേഷം, ഞാനിത് പറഞ്ഞു തന്നതിന് ശേഷം ആലോചിച്ചായിരുന്നു. അപ്പൊ പല സിറ്റുവേഷൻസിലും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ ഞാൻ പ്രത്യേകം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് വ്യക്തികൾ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ് അല്ലെ? ഓരോ വ്യക്തിയിലും അവരുടേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. ഒരാളുടേത് പോലെ ആയില്ല മറ്റൊരാള്. അപ്പോ എന്താ പറയാ, ഈ ഒരു ഡിഫൻസ് മെക്കാനിസത്തിന് വ്യത്യാസങ്ങൾ വരാം. ഓക്കെ, ഒരാൾ ഉപയോഗിക്കുന്ന ഡിഫൻസ് മെക്കാനിസം ആയിരിക്കില്ല മറ്റൊരാൾ ഉപയോഗിക്കുന്നത്. അപ്പോ ഡിഫൻസ് മെക്കാനിസത്തിന് ആളുകളുടെ മനസ്സനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു മെന്റൽ കണ്ടീഷൻ അനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അപ്പൊ പലതരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസംസ് ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് റാഷണലൈസേഷൻ, തേർഡ് പ്രൊജക്ഷൻ, ഫോർത്ത് ഐഡന്റിഫിക്കേഷൻ, ഫിഫ്ത് സബ്സ്റ്റിറ്റ്യൂഷൻ, സിക്സ്ത് സബ്ലിമേഷൻ, സെവൻത് റിപ്രഷൻ, എയ്ത്ത് നെഗറ്റീവിസം, അതുപോലെ തന്നെ നയൻത് സിംപത്തിസം, ദെൻ വിഡ്രോവൽ, ഡേ ഡ്രീമിംഗ്. ഇത്രയും അധികം ഡിഫൻസ് മെക്കാനിസംസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വ്യക്തികൾക്കനുസരിച്ച് ഇത് മാറാം. എല്ലാവരും ഒരേപോലെയുള്ള ഡിഫൻസ് മെക്കാനിസം അല്ല എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഡിഫൻസ് മെക്കാനിസം ഒന്ന് നോക്കാം. അത് നിങ്ങളൊന്ന് റീഡ് ചെയ്യാം കേട്ടോ. റീഡ് ചെയ്യാം. റീഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഇത് വായിച്ചിട്ട് മനസ്സിലായത് നമ്മൾ ഈ പണ്ട് തൊട്ടേ കേൾക്കണ വാക്കാണല്ലോ കോമ്പൻസേഷൻ കൊടുക്കുക എന്നുള്ളത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇലക്ട്രിക് അപ്ലയൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഗുരുതരമായിട്ടുള്ള ഒരു പരിക്ക് പറ്റി. അപ്പോൾ നമ്മൾ കൺസ്യൂമർ കോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് കോമ്പൻസേഷൻ കിട്ടുക എന്ന് പറയും. അതായത് നമ്മൾ അതുകൊണ്ട് തൃപ്തിപ്പെടുക. ചിലപ്പോൾ നമുക്ക് നഷ്ടം ഉണ്ടായത് ഇലക്ട്രോണിക് ഡിവൈസ് കാരണം ചിലപ്പോൾ നമ്മുടെ ശരീരം മുറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് ആ മുറിവ് ഉണങ്ങുകയോ അല്ലെങ്കിൽ ആ ഉപകരണം തന്നെ തിരിച്ചു കിട്ടുകയോ അല്ല ചെയ്യണത്. അതിന് പകരം ചിലപ്പോൾ 2 ലക്ഷം രൂപയാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നിന് പകരം ഒന്ന് കിട്ടുന്നത് വഴി ആ ഡെഫിഷ്യൻസി ഇല്ലാതെ പോവുക. നമുക്ക് വന്ന ഒരു നഷ്ടം ഏത് വിധേനയും വേറൊരു രീതിയിലാണെങ്കിലും നികത്തുക. അതിനെയാണെന്ന് തോന്നുന്നു കോമ്പൻസേഷൻ എന്ന് പറയണത്. ലക്ഷ്മി പറഞ്ഞത് ശരിയാണ്. ഒരു വിധത്തിൽ കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തൊക്കെ കോമ്പൻസേറ്റ് ചെയ്തിട്ടുണ്ട്? എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കി. എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ കോമ്പൻസേറ്റ് ചെയ്തിട്ടുണ്ടാവും? മാം എനിക്ക് ചില കഴിവുകളും കഴിവ് കേടുകളും ഉണ്ടല്ലോ. അപ്പോൾ കഴിവ് ഉള്ളതിനെ വെച്ച് കഴിവില്ലാത്തതിനെ ഞാൻ കോമ്പൻസേറ്റ് ചെയ്യാറുണ്ട്. എനിക്ക് ചിലപ്പോൾ പാടാൻ ഇല്ല, പക്ഷെ ഞാൻ പഠിക്കും. അപ്പോൾ എനിക്ക് പാടാൻ അറിയില്ലെങ്കിലും ഞാൻ പഠിക്കും എന്ന് വിചാരിച്ച് ഞാൻ ഇതായി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യും.
ഓക്കെ, മൃദുല പറഞ്ഞത് കറക്റ്റ് ആണ്. ഓക്കെ, വേറെ ആരെങ്കിലും നിങ്ങള് മറ്റുള്ളവര് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള, അതായത് ആ കോമ്പൻസേറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ സ്വയം സാക്രിഫൈസ് ചെയ്യാന്ന് പറയുമല്ലോ, അത് കോമ്പൻസേഷനിൽ പെടുവോ? ഒരു മിനിറ്റ് ഇട്ടാൽ ഒന്നോട് പറയാമോ? അല്ല, നമ്മളിങ്ങനെ സ്വയം സാക്രിഫൈസ് ചെയ്യാന്ന് പറയുമല്ലോ നമ്മളുടെ മൈൻഡ് കൊണ്ട്, അത് കോമ്പൻസേഷനിൽ പെടുവോ? അത് നമ്മൾ അങ്ങനെ സ്വയം നമ്മൾ ചിന്തിക്കുന്നത്, നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മളത് കുറച്ചെങ്കിലും നമ്മൾ അംഗീകരിച്ചുകൊണ്ട് നമ്മൾ സ്വയം ഒന്ന് സാക്രിഫൈസ് ചെയ്യല്ലോ, അത് കോമ്പൻസേഷനിൽ പെടുവോ? ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആദ്യം പോരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചോദിച്ചത്. എന്തെങ്കിലും നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത് കേട്ടോ. അതായത് ഈ കോമ്പൻസേഷൻ എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു മേഖലയിൽ പരാജയപ്പെട്ട വ്യക്തി മറ്റൊരു മേഖലയിലേക്ക് വിജയം കണ്ടെത്തി പരാജയത്തെ മറികടക്കാനായിട്ട് ശ്രമിക്കുന്നു. ഓക്കെ, ഇപ്പൊ മൃദുല പറഞ്ഞതിൽ നിന്നും അല്ലെങ്കിൽ ശ്രീലക്ഷ്മി പറഞ്ഞതിൽ നിന്നൊക്കെ ഏകദേശം കോമൺ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. അതായത് ഒരു മേഖലയിൽ പരാജയപ്പെട്ട ഒരു വ്യക്തി മറ്റൊരു മേഖലയിലേക്ക് വിജയം കണ്ടെത്തി പരാജയത്തെ മറികടക്കാനായിട്ട് ശ്രമിക്കുന്നു. ഓക്കെ, ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്, എക്സാമിന് തോറ്റ കുട്ടി സ്പോർട്സിൽ അച്ചീവ് ചെയ്യുന്നു. അതൊരു കോമ്പൻസേഷൻ ആണ് അല്ലെ. ആ കുട്ടിക്ക് എക്സാമിന് നല്ല രീതിയിൽ എന്താ പറയാ പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല. പക്ഷെ ആ കുട്ടി എന്ത് ചെയ്തില്ല, അത് ഓർത്ത് വിഷമിച്ചിരുന്നില്ല മനസ്സ്. പക്ഷെ എന്ത് ചെയ്തു ആ കൊച്ച്, അതായത് ആ കുട്ടി അതിന് പകരമായിട്ട് ആ കുട്ടിക്ക് സ്പോർട്സിൽ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റി. ചിലപ്പോൾ എക്സാമിലെ എല്ലാ സബ്ജക്റ്റിനും ചിലപ്പോൾ ഫെയിലിയർ ആയിട്ടുണ്ടാവാം. പക്ഷെ ആ കുട്ടി ആ സ്കൂളിൽ നിന്ന് സ്പോർട്സിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് നാഷണൽ ലെവലിലും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിലും ഇന്റർനാഷണൽ ലെവലൊക്കെ പോവുകയാണെങ്കിൽ ആ കുട്ടിയുടെ തോൽവി ആ ഒരു സ്കൂളുകാരെ വലിയൊരു കാരണമാക്കി എടുക്കോ? നിങ്ങൾ തന്നെ പറ. ഒരു കുട്ടി തോറ്റെന്ന് വിചാരിക്കുക എക്സാമിന്, പക്ഷെ ആ കുട്ടി നല്ല രീതിയിൽ നാഷണൽ ലെവലിൽ നല്ല രീതിയിൽ സ്പോർട്സ് പെർഫോം ചെയ്യുന്ന ആളാണ്, വളരെയധികം അവാർഡുകള്, അതായത് ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക ആ കുട്ടി. ഓക്കെ, ആ കുട്ടിയുടെ തോൽവി അവിടെ ഒരു എന്താ പറയാ ഭയങ്കര കുറവായിട്ട് ആരെങ്കിലും കാണോ? നിങ്ങൾ തന്നെ പറയൂ, കാണോ? ഇല്ല. ഇല്ല, ഒരിക്കലുമില്ല. കാരണം മറ്റൊരു മേഖലയിൽ അല്ലെങ്കിൽ മറ്റൊരു ഇതില് ആ കുട്ടി എന്ത് ചെയ്തു, നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ചു, അല്ലെങ്കിൽ അച്ചീവ്മെന്റ് ആ കുട്ടിക്ക് കിട്ടി. ഓക്കെ, പിന്നെ അതുപോലെ നമുക്കറിയാം, അതായത് ഈ സ്പോർട്സിലും അതുപോലെ തന്നെ മറ്റു പല എന്താ പറയാ ഡാൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടല്ലോ, കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എക്സ്ട്രാ ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അവരൊക്കെ ചിലപ്പോ ക്ലാസ്സിലൊക്കെ വളരെ കുറച്ചായിരിക്കും അറ്റൻഡ് ചെയ്യുക. ഓക്കെ, പക്ഷെ അതും പറഞ്ഞിട്ട് എന്ത് ചെയ്തില്ല, അവരെ ആരും അങ്ങനെ കുറച്ച് എന്താ പറയാ ഒരു കുറവ് പോലെ ടീച്ചേഴ്സൊന്നും അങ്ങനെ പറയില്ല. കാരണം അവർക്ക് വേറെ മേഖലയിൽ നല്ല രീതിയിൽ വിജയമുണ്ട്. ഓക്കെ, അപ്പൊ അവരവിടെ നിന്ന് എന്ത് ചെയ്യും, കയറി പോകുന്നുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു ഇതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഏതെങ്കിലും ഒരു മേഖലയിൽ പരാജയപ്പെട്ട ഒരു വ്യക്തിക്ക് മറ്റൊരു മേഖലയിൽ നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് കോമ്പൻസേഷൻ എന്ന് വിളിക്കാം. നിങ്ങളുടെ ലൈഫിലും ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അല്ലെ. നിങ്ങൾക്ക് എന്താ പറയാ ഭയങ്കരമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്നുണ്ടാവണമെന്നില്ല, പക്ഷേ വേറൊരു രീതിയിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, കിട്ടിയിട്ടുണ്ടാകും. അപ്പൊ അതിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇതുമായിട്ട് കോമ്പൻസേറ്റ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ നിങ്ങളുടെ ലൈഫില്? എനിക്കുണ്ട് മാഡം. എന്താണ് മയൂഖ? ഞാൻ മയൂഖ അല്ല, നിഷ എന്നത് എന്റെ മോളെ പേരിലാന്ന്. ഞാൻ DED കോഴ്സ് എടുത്തിട്ട് എനിക്ക് പൂർത്തീകരിച്ചിന്, പക്ഷെ അവർ സർട്ടിഫിക്കറ്റ് തന്നില്ല. അത് അണ്ണാമല കോളേജിൻ്റെതാണ്, യൂണിവേഴ്സിറ്റി, അണ്ണാമല യൂണിവേഴ്സിറ്റിതാണ്. അവസാന ഘട്ടത്തിൽ അവര് പറഞ്ഞു പറ്റൂല, കേരളക്കാർക്ക് തരൂല, അവിടെ വന്നിട്ട് തന്നെ എക്സാം എഴുതണം എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ അത് പരാജയപ്പെട്ടതുകൊണ്ട് വീണ്ടും ഇതിലേക്ക് വന്നതാണ്. ഇതിൽ കിട്ടുന്ന ഒരുറപ്പില് അന്വേഷിച്ചിട്ട് മഹാത്മാ ഹിന്ദി കോളേജിലാണ് നമ്മൾ ചെയ്തത്, കാഞ്ഞങ്ങാട്.
അവിടുന്ന് ടീച്ചറും പറയുന്ന അവര് തരുന്നില്ല, ഞമ്മ എന്തൊന്നും ചെയ്യില്ലേ. എനിക്ക് പകുതി പൈസ കിട്ടി, ഇപ്പൊ അടച്ചന്റെ പകുതി കിട്ടാനുണ്ട്. കേസ് എന്തെങ്കിലും കൊടുത്തായിരുന്നോ? കേസ് എന്തെങ്കിലും കൊടുത്തായിരുന്നോ? ഓ, കേസ് എന്തെങ്കിലും കൊടുത്തായിരുന്നോ? കേസ് കൊടുക്കാന്ന് പറയുമ്പോ അടുത്ത മഹാത്മാ കോളേജിലെ പ്രിൻസിപ്പൾ പറഞ്ഞു ഞാൻ തരാ പൈസ, കേസിനൊന്നും പോണ്ട എന്ന് പറയുന്നുണ്ട്. ഇനിയും തരാനുണ്ട്. അങ്ങനെ അത് പരാജയത്തിൽ നിൽക്കുന്ന, ഇതും ഒരു പേടിയിൽ തന്നെ വരുന്ന. എന്നാലും ഏത് വിജയിക്കുന്നുള്ള ഉറപ്പുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് ചെയ്ത്? അണ്ണാമല യൂണിവേഴ്സിറ്റി. അണ്ണാമല യൂണിവേഴ്സിറ്റിയിലെ DED. ഇത് നിഷിക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളത്? അല്ല, നമ്മ ആ ബാച്ച് ഫുള്ള് സെക്കൻഡ് ബാച്ച് ആയിരുന്നു നമ്മളത്. ഫസ്റ്റ് ബാച്ച് കിട്ടീനെന്ന് പറയുന്നുണ്ടായിനി, അറിയില്ല. സെക്കൻഡ് ബാച്ചിന്റെ അവരോട് ഇങ്ങനെ പറഞ്ഞു ഈ പ്രിൻസിപ്പൾ അവരെ എഴുതാൻ, നിങ്ങൾ അടന്നെ പോണല്ലോ എഴുതാൻ. അപ്പൊ നമ്മ പറഞ്ഞു എഴുതാൻ പോവാം. പിന്നെ പറഞ്ഞില്ല, തരുന്നില്ല. നമുക്ക് കേരളക്കാർക്ക് സെക്കൻഡ് ബാച്ചിൽ ഇല്ലവര് കിട്ടീനെന്ന് പറയുന്നുണ്ട്. സർട്ടിഫിക്കറ്റ് ഇന്ന് വരെ അവർക്കും കിട്ടിയിട്ടല്ലോ. ഇവിടുത്തെ പ്രിൻസിപ്പാള് പറയുന്നുണ്ട് അവർക്ക് കിട്ടി അതെല്ലാം പറഞ്ഞു. ഇനി ആരെന്ന് അറിയില്ല. നമ്മ ഒരു 8-9 ആളുണ്ടായിനി. അതല്ല, ഈ ഒരു കോഴ്സ് പ്രോപ്പർ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് എന്തുകൊണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല? കംപ്ലീറ്റ് ലാസ്റ്റ് എക്സാം ചെയ്തിട്ടാ മാഡം, ചെയ്തിട്ടില്ല. ഫോർത്തിന്റെ. അതവര് എഴുതാൻ ആടെ തന്നെ പോണെന്ന് പറഞ്ഞു. നമ്മൾ റെഡി എന്നും പറഞ്ഞു. പക്ഷെ എന്ത് എടുത്ത പ്രിൻസിപ്പൾ പറഞ്ഞു വേണ്ട, ഞാൻ ക്യാഷ് തരാം, അതിനി ഇതാക്കണ്ടെന്നും പറഞ്ഞു. എന്തെന്നൊന്നും അറിയില്ല. കേസിന് പോകാറിന് ഇവരെന്തായാലും തമിക്കുന്നുമില്ല കോളേജിൽ നിന്ന്. അങ്ങനെയായിട്ടുണ്ട്. നമ്മ ഒരു 9 ആള് പെട്ടുപോയി. 2 വർഷം വെറുതെ ആയി ആ കോഴ്സ്. എന്നാലും ഇത് നമ്മുടെ സമയമല്ലേ നിഷ? അതെ, സമയം പോയി ജോലി കേട്ടില്ല അതന്നെ. ഒരു കാര്യകാരണവും ഇല്ലാതെ എക്സാം എഴുതിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊറേ നടന്നു, എല്ലാരും കൊറേ നടന്നു. അതിന്റെ മെയിൻ ആയിട്ട് ഒരു കുട്ടി ഉണ്ടായിരുന്നു, അവളും നല്ലോണം ഇതാക്കിനി. അവള് കേസ് തന്നെ പോവാറുണ്ട്. പക്ഷെ അവക്ക് പിന്നെ ക്യാൻസർ വന്നിട്ട് അവള് ഡല്ലായി. പിന്നെ നമുക്കും ഒരിതുണ്ടായിട്ട് അവളായിരുന്നു നമ്മളെല്ലാത്തിനും. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. കാരണം ഇനിയുള്ള കുട്ടികൾക്കും ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകും. അതെന്തുകൊണ്ടാണ് അവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ കാരണം, റീസൺ നമ്മൾ അറിയണമല്ലോ. അതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ഇങ്ങനെ ഒരു കോഴ്സിനെ കുറിച്ച് കുടുംബശ്രീ മുഖാന്തരം വന്നു. എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു നീ ഇത് ചെയ്തു നോക്ക്, അതിൽ തോറ്റതല്ല എന്തായാലും ഇതിൽ വിജയിക്കുന്ന പറഞ്ഞു. അങ്ങനെ ഇത് ചെയ്തതാണ് ഈ കോഴ്സ്. അങ്ങനെ ചെയ്തതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു വിവരാവകാശം വെച്ച് കഴിഞ്ഞാൽ അറിയില്ലേ എന്തുകൊണ്ടാണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഒരു വിവരാവകാശമാണ് വെക്കേണ്ടത്. അപ്പൊ അവര് തരുന്ന ന്യൂസിനനുസരിച്ച് നമുക്ക് കോർട്ടില് കേസ് ഫയൽ ചെയ്യാലോ. ഞാൻ പറയട്ടെ നിഷ, അതായത് ഇപ്പൊ നിഷയ്ക്ക് ആ ഒരു കോഴ്സ് ചെയ്തു, അത് ഓക്കെ ആയില്ല, ഈ ഒരു കോഴ്സിൽ വന്നു, ഓക്കെ കോമ്പൻസേറ്റ് ചെയ്യാം. പക്ഷെ നിഷയുടെ അത്രയും സമയം, ക്യാഷ്, വേസ്റ്റ് ആയില്ല. അത് നമ്മൾ അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. നമ്മ പോയി മാഡം, ഒരുപാട് പ്രാവശ്യം പോയി. കോളേജിലും പോയി ഇതാക്കി. പിന്നെ പ്രിൻസിപ്പാൾ പറഞ്ഞു വേണ്ട, ക്യാഷ് ഞാൻ തന്നോളാം, അതിന് ഇതാക്കുന്നത്. നടന്ന് കുറച്ച് ക്യാഷ് തന്നു പ്രിൻസിപ്പള് മഹാത്മാ കോളേജിന്റെ. അത് എന്ത് ടീച്ചർ ഇതോ അല്ല അടുത്തതോ ഒന്നും അറിയില്ല. പിന്നെ വിട്ടു വിട്ടു. പിന്നെ അതിനെ ഓർക്കാനേ പോകുന്നില്ല. അങ്ങനെയായി. അപ്പൊ ഇപ്പൊ മാഡം ഈ ക്ലാസ് എടുക്കുമ്പോ അത് തന്നെ ഓർമ്മ വന്നു മനസ്സിൽ, അതുകൊണ്ട് പറഞ്ഞൊന്നുമില്ല. ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അന്വേഷിച്ചിട്ടൊക്കെ ചെയ്യാട്ടോ. കറക്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടൊക്കെ ചെയ്യാന്നിട്ട് മാത്രമേ നമ്മൾ എന്തിനെങ്കിലും ജോയിൻ ചെയ്യാനൊക്കെ പാടുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പൊ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നിഷിക്ക് ഇതുമായിട്ട് മൂവ് ചെയ്യാം. കാരണം ഞാനൊക്കെ ആണെങ്കിൽ അനുവദിച്ചു കൊടുക്കില്ല കേട്ടോ. കാരണം എനിക്കിത് കേട്ടപ്പോ 2 വർഷമാണ് ഒരു കുട്ടിയുടെ പോയത്, വെറുതെ വേസ്റ്റ്. ശരി. വേറെ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ഒന്നിലും കോമ്പൻസേറ്റ് ചെയ്തിട്ടില്ലേ നിങ്ങളുടെ ലൈഫില്? ഒന്ന് ഓർത്തു നോക്കിയേ, എന്തെങ്കിലും ഉണ്ടോ കോമ്പൻസേഷൻ? ഒരുപാടുണ്ട് മാഡം. ഞാന് എൻ്റെ ഒരു 18 വയസ്സാവുമ്പോഴാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. പിന്നെ എനിക്ക് പഠിക്കാന്നുള്ളത് ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നും കിട്ടിയില്ല. ഓൾറെഡി സിവിലിന് പോളിയിൽ സീറ്റ് കിട്ടിയതായിരുന്നു. പക്ഷെ കല്യാണം ഉറപ്പിച്ചവർക്ക് താല്പര്യമില്ല പഠിപ്പിക്കാൻ എന്നുള്ളതുകൊണ്ട് അത് പോകാൻ പറ്റിയില്ല. അതവിടെ സ്റ്റോപ്പായി. കുറേ ആൾ ഞാൻ ഈ അടുക്കളയിൽ തന്നെ ആയിരുന്നു. പിന്നീടാണ്
ലൈഫിലെ കുറേ പ്രശ്നങ്ങൾ നമുക്ക് എഡ്യൂക്കേഷനുള്ള വേറൊരു വഴി തുറന്നത്. മെറിറ്റിൽ DLEDന് സീറ്റ് കിട്ടി. DLED കംപ്ലീറ്റ് ആയ ഉടനെ തന്നെ കേട്ടിട്ട് കിട്ടി. BA ചെയ്തു, BA സോഷ്യോളജി ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഇനി ഒരിക്കലും പഠിക്കാനൊന്നും പറ്റുണ്ടാവില്ല, കാരണം അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ പഠിക്കുന്നത് താല്പര്യമില്ല എന്നാണല്ലോ പറഞ്ഞത്. പക്ഷേ നമുക്ക് ഒരു കാര്യം സ്റ്റോപ്പ് ആകുമ്പോൾ അത് കഴിഞ്ഞു എന്ന് വിചാരിക്കാതെ വേറൊരു വഴി എവിടെയെങ്കിലും തുറക്കും. അതെൻ്റെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും പിന്നീട് പഠിക്കുമെന്ന് വിചാരിച്ചല്ല, സ്റ്റിൽ ഇപ്പോഴും പഠിക്കുകയാണല്ലോ. അതിൻ്റെ ഇടയിൽ വർക്ക് ചെയ്തു. അതുപോലെ തന്നെ ലൈഫിൽ കുറേ പ്രോബ്ലംസിൻ്റെ മുന്നിൽ ഫേസ് ചെയ്താലും നമ്മളിപ്പോൾ സ്വന്തമായിട്ട് ഞാൻ കുറേ കാലം എൻ്റെ വീട്ടിലായിരുന്നു നിന്നിരുന്നത്. കുറേ പ്രോബ്ലംസ് കാരണം കൊണ്ട് വീട്ടിൽ നിന്നു. ബട്ട് നമ്മുടെ ആ ഒരു എഫേർട്ട് കാരണം, ഹസ്ബൻഡും ഞാനും ആ ഒരു എഫേർട്ട് കാരണം നമ്മൾ സ്വന്തമായി വീട് വെച്ച് സ്റ്റിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ലൈഫിനെ മേക്ക് ഓവർ ചെയ്യാൻ കഴിഞ്ഞു. ഒന്നും ഒന്നിൻ്റെയും എൻ്റെ അല്ല, വേറൊന്നിൻ്റെ തുടക്കമാണെന്ന് തിരിച്ചറിഞ്ഞു. വെരി ഗുഡ്. നെക്സ്റ്റ് ആർക്കാ പറയാനുള്ളത്? നിങ്ങൾ ധൈര്യം വിട്ട് തുറന്നു പറഞ്ഞോളൂ കേട്ടോ. എല്ലാവർക്കും എന്തെങ്കിലും കാര്യത്തിൽ ഒരു കോമ്പൻസേഷൻ അല്ലെങ്കിൽ കോമ്പൻസേറ്റ് ചെയ്യാൻ പറഞ്ഞ് സത്യം പറഞ്ഞാൽ കേൾക്കണവർക്കും ബോറടിച്ചിട്ടുണ്ടാവും മിസ് എന്റെ PSC കഥ. അതുകൊണ്ട് അത് എല്ലാവർക്കും അറിയണോണ്ട് ഞാൻ ഇനി പറയണില്ല. അതൊരു വലിയ കോമ്പൻസേഷൻ ആണ്. അതെ, അത് ഇപ്പോഴും ട്രൈ ചെയ്യുന്നുണ്ടോ ശ്രീലക്ഷ്മി? അപ്പോ ഇല്ല മിസ്, എനിക്ക് ശരിക്കും ഒരു വർഷം കൂടി എഴുതാം. 36 കംപ്ലീറ്റ് ആവണത് വരെ ഇനി എന്റെ മുമ്പിൽ സമയമുണ്ട്. പക്ഷെ ഞാൻ അത്രയും അടുത്ത് നിർത്തിയതാ മിസ്സേ. ഇനി എനിക്ക് ഒട്ടും തോന്നണില്ല അതിന്. എന്താണ് റിസർവ്ഡ് കാറ്റഗറി അല്ലേ? ആണോ? അല്ല, ജനറൽ ആണ് മിസ്സേ, ജനറൽ ആണ്. കാറ്റഗറി ആണല്ലേ? അതെ, അത് ഇത് എനിക്ക് തോന്നുന്നു ഞാൻ എഴുതിയ എക്സാമിൽ ഇപ്പൊ എനിക്കൊരു 60 എക്സാം ഞാൻ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു 50 എണ്ണത്തിലും ഞാൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ടാവും. ഒന്നിൽ പോലും ലിസ്റ്റിൽ വന്നിട്ടില്ല, പക്ഷെ ജോലിയാണ് കിട്ടാത്തത്. ജോലി കിട്ടുന്നില്ല. പ്രിലിമിനറി മെയിൻ ഒക്കെ വരും മിസ്സേ, അതല്ല സങ്കടം. പ്രിലിംസ് മാത്രം വന്നിട്ടാണെങ്കിൽ കുഴപ്പമില്ല. മെയിനിൽ തന്നെ ഞാൻ ആദ്യമായിട്ട് എഴുതിയ എക്സാം സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ആയിരുന്നു. അതിൽ എനിക്ക് ബീറ്റ് ഫോറസ്റ്റും സിവിൽ എക്സൈസും ഒരുമിച്ചായിരുന്നു ഒരു തവണ വിളിച്ചിട്ടുണ്ടായിരുന്നേ. അതില് രണ്ടിലും എനിക്ക് കിട്ടിയതാ. പക്ഷെ ഫിസിക്കലി പാസ്സായില്ല. അങ്ങനെ അവിടുന്ന് തുടങ്ങിയതാ മിസ് എന്റെ പരാജയങ്ങൾ. അത് കഴിഞ്ഞ് പിന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ബീവറേജ് ഉണ്ടല്ലോ, ബെവ്കോ. ആ ബീവറേജ് LDയുടെയില് 800 സംതിങ് ലിസ്റ്റിലുണ്ടായിരുന്നു. അത് ഏകദേശം ജോലി ഇപ്പോ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഉറപ്പിച്ചിരുന്നതാണ്. അതൊരു 500 ചില്ലാൻ പേരെയാണ് ജനറലിൽ എടുത്തുള്ളൂ. അത് വിളിച്ചില്ല. പിന്നെ മിസ്സിന് അറിയാലോ, ഇപ്പൊ മൊത്തം പാറ്റേൺ ഒക്കെ ചേഞ്ച് ആയില്ലേ. അപ്പോ എനിക്ക് ആദ്യം തൊട്ടേ പഠിക്കേണ്ടി വന്നു. അതായത് അന്നൊക്കെ നമുക്ക് കുറെ GK പഠിച്ചാൽ മതി, പിന്നെ ഈ NCERT SCERT കവർ ചെയ്യേണ്ട ഒരു സംഭവം വന്നില്ലേ. എന്നിട്ടും ഞാൻ തളർന്നില്ല. ഞാൻ NCERTയും NCERT ബുക്കും ഒക്കെ ഇരുന്നിട്ട് ഒരു 5 മുതൽ +2 വരെയുള്ള NCERTയും SCERTയും ബുക്കുകൾ എല്ലാ സബ്ജക്റ്റും, ഹിസ്റ്ററി, ജോഗ്രഫി, ഇതൊന്നും കവർ ചെയ്യണതൊന്നും വിചാരിക്കണം അത്ര ഈസി അല്ല മിസ്സേ. പക്ഷെ അത്രയും ആഗ്രഹം കൊണ്ട് അതൊക്കെ കവർ ചെയ്ത് പോയി. വീണ്ടും സെയിം തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. കമ്പനി ബോർഡ്, LGS, അങ്ങനെ ആ ഒരു LGS ലെവലുള്ള എക്സാമിനും ലിസ്റ്റിൽ വന്നു. അതൊരു 1000 സംതിങ് ആയിരുന്നു. അത് പിന്നെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. 1000 ഒന്നും റാങ്ക് വന്നാൽ എന്തായാലും ജനറലിൽ വിളിക്കൂലല്ലോ. അങ്ങനെ കഴിഞ്ഞ LD, എന്റെ ലാസ്റ്റ് LD ആയിരിക്കുന്നു വിചാരിച്ചിട്ട് അതിന് അത്രയും എഫേർട്ട് ഇട്ട് ഞാൻ പഠിച്ച് അത് എനിക്ക് എന്റെ ഒരു റിസൾട്ട് ആയിട്ട് എന്റെ ശരീരം മൊത്തം ഇപ്പൊ വീക്കാണ്. മൈഗ്രെയിൻ വന്നു, പിന്നെന്താ ഉറക്കമില്ലാതെ, നമുക്ക് വീട്ടിലെ കുട്ടികളെ ശ്രദ്ധിക്കാതെ വന്നു. അത്രയും ഞാൻ എന്റെ ഫിസിക്കലി പോലും വീക്കായിട്ടും ആ LDയുടെ റിസൾട്ട് വന്നപ്പോ നമുക്ക് വേണമെങ്കിൽ വെറുതെ ഒരു ഷോ ഓഫിന് വേണ്ടി പറയാം മിസ്സേ, ലിസ്റ്റിലുണ്ട്. ഞാൻ ഇപ്പോഴും ലിസ്റ്റിലൊക്കെ ഉണ്ട്. അന്ന് 61 മാർക്കാണ് തൃശ്ശൂരിന്റെ കട്ട് ഓഫ്. പക്ഷെ എനിക്ക് 63 മാർക്കേ ഉള്ളൂ. അപ്പൊ ഇത്രയൊക്കെ 700 വരെ റാങ്ക് വന്നിട്ടും നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ ഇതെന്തായാലും ഈ LD എനിക്ക് കിട്ടില്ല. അപ്പൊ പിന്നെ അങ്ങനെ എടുത്ത തീരുമാനമാണ്, ഇനി ഞാൻ വേസ്റ്റ് ആക്കില്ല. ഇതിന്റെ റാങ്ക് വന്നിട്ട് 1000 സംതിങ് ആ മിസ്സേ, 1800 ഒക്കെയാ വന്നേക്കണേ. കാരണം കട്ട് ഓഫിനേക്കാളും കുറച്ച് വ്യത്യാസമല്ലേ ഉള്ളൂ മാർക്ക്. 2 മാർക്കിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. ഒരു 70 അബോവ് ഒക്കെ വന്നിരുന്നെങ്കിൽ പിന്നെയും പ്രതീക്ഷിക്കായിരുന്നു. അങ്ങനെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അത് ഞങ്ങൾ വലിയൊരു കോമ്പൻസേഷൻ ആണ് എന്റെ ജീവിതത്തിൽ. അത് കഴിഞ്ഞു. ഇനി എന്തായാലും വേറൊരു എന്തെങ്കിലും ഒരു വരുമാന മാർഗം വേണം ജീവിതത്തിൽ. ഒരു ജോലി വേണം, എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കണം. അങ്ങനെ തീരുമാനിച്ചിട്ടാണ് മോണ്ടിസോറി സെലക്ട് ചെയ്തത്. പക്ഷെ അത് ഈ തരത്തിലുള്ള ഒരു കോമ്പൻസേഷൻ ആണ്. നമ്മുടെ സാബിറ പറഞ്ഞ പോലെ ഒന്നും ഒരു അവസാനം ഒന്നും അല്ല. അതൊക്കെ പഠിച്ചത് കൊണ്ടാണ്
എന്തെങ്കിലിനെ പറ്റിയിട്ട് നമുക്ക് രണ്ട് വാക്ക് ഇപ്പോ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാൻ പറ്റണത്. അതുകൊണ്ട് വിഷമം ഉണ്ടെങ്കിലും ഒരു തരത്തില് എന്തൊക്കെയോ കുറച്ച് നോളജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ഹാപ്പി ആവാന്നുള്ളതേ നിവൃത്തിയുള്ളൂ. അത് എന്റെ ജീവിതത്തിൽ അത് വലിയ കോമ്പൻസേഷനാണ് മിസ്സേ. അത് വേണ്ടാന്ന് വെച്ചു. എന്നിട്ട് അതിന് പകരം ഇനി വേറെ എന്തെങ്കിലും ചെയ്യാം, അതുകൊണ്ട് സംതൃപ്തിപ്പെടാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. ഇനി ഞാൻ എഴുതാൻ പോലും ഇല്ല മിസ്സേ. കാരണം ഇനി എഴുതാന്ന് പറഞ്ഞാൽ എനിക്ക് ഡെഡിക്കേറ്റഡ് ആവാണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എല്ലാവരും എന്നോട് പറയുന്നുണ്ട്, വെറുതെ എഴുതി നോക്കൂ, വെറുതെ എഴുതി നോക്കൂ, പഠിക്കണ്ട, ഇതുവരെ പഠിച്ച പോലെ. പക്ഷെ ഞാൻ അങ്ങനെയല്ല മിസ്സേ. ഞാൻ ഇനി വെറുതെ എഴുതി നോക്കാന്ന് പറഞ്ഞാൽ പോലും ഞാൻ എന്റെ 100% കൊടുക്കും അതിന്. പിന്നെ രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ട് ഒരു വർഷവും കൂടി വേസ്റ്റ് ആവും എന്നുള്ളത് കൊണ്ട് മാത്രം ഞാനത് വേണ്ടാന്ന് വെച്ചു. കേട്ടപ്പോൾ അതായത് ഇപ്പൊ ഏജ് കഴിഞ്ഞായിരുന്നോ? ഇല്ല മിസ്, എനിക്ക് ഒരു വർഷവും കൂടി ഉണ്ട്. എനിക്ക് 2026 ഏപ്രിൽ വരെ എനിക്ക് എഴുതാം. ഒന്നും കൂടി ട്രൈ ചെയ്തൂടെ അപ്പൊ? അതാ മിസ്, ഒന്ന് എനിക്ക് ഇത്ര കാലത്തെ റിസൾട്ട് എവിടെ പോയി എന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഈശ്വരൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ ഞാൻ പുള്ളിക്കാരനോട് ചോദിക്കും, എന്താണ് ഞാൻ എന്തുകൊണ്ട് എനിക്ക് തരാത്തെ? ഞാനിത് എന്താ പറയാ, എക്സ്ക്യൂസ് പറഞ്ഞ് രക്ഷപ്പെടുന്നതല്ല. എനിക്ക് തന്നെ നന്നായിട്ട് അറിയാലോ. ഞാൻ എന്തായാലും ഹാർഡ് വർക്ക് ചെയ്യാതെ ഇരുന്നിട്ടില്ല. 100% ഉറപ്പാണ്. ഇനി എന്റെ മെത്തേഡ് ഓഫ് സ്റ്റഡി തെറ്റായിരുന്നോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. എന്റെ മെത്തേഡ് ഓഫ് സ്റ്റഡി തെറ്റൊന്നും ആയിരുന്നില്ല. എനിക്ക് ഇപ്പോഴും ഓർമ്മക്കുറവിന്റെ പ്രശ്നം അങ്ങനെയൊന്നും എനിക്കില്ല. ഇപ്പോഴും പഠിച്ച കാര്യങ്ങൾ എനിക്ക് ഓർക്കുന്നുണ്ട് മിസ്സേ. പക്ഷെ എക്സാം ഹോളിൽ നമുക്ക് എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ ഉണ്ട്, ഒരു ലക്ക് ഫാക്ടർ ഉണ്ട്. അത് നെഗറ്റീവിനെ പേടിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാതിരിക്കുന്നതും, ഒരു റിസ്ക് എടുക്കാൻ 50-50 ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എഴുതാതിരിക്കുന്നതും ഒക്കെ ആയിരിക്കാം മേ ബി ഈ ഒരു റാങ്ക് പുറകിലോട്ട് പോകാനുള്ള ഒരു കാരണം എന്ന് എനിക്ക് തോന്നുന്നു. അത് മനസ്സിലാക്കി ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വർക്ക്ഔട്ട് ചെയ്യായിരുന്നു മിസ്. അതിന്റെ ഒക്കെ ബുക്കും എല്ലാം ഇപ്പൊ മെക്കാനിക്സിലാണെങ്കിൽ പോലും ഒരു 20 മാർക്ക് GK വരുമല്ലോ, അതർ സബ്ജക്ട്സില്. അതുപോലും ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി വർക്ക്ഔട്ട് ചെയ്യായിരുന്നു. എന്റെ ഹസ്ബൻഡ് ഒന്നും ഇതിന്റെ പകുതി പോലും ചെയ്തിട്ടില്ല മിസ്. ഇതൊക്കെ ശരിക്കും തലവരിയാ. എന്റെ ഹസ്ബൻഡിന് ജോലി കിട്ടി, അതുകൊണ്ടാണ് ഞാൻ എത്ര ഉറപ്പിച്ച് പറയണത്. എന്റെ ഹസ്ബൻഡ് ഒന്നും ഞാൻ ചെയ്തതിന്റെ ഒന്നും പകുതി പോലും ചെയ്തിട്ടില്ല. ആൾക്ക് LD അപ്പോയിന്റ് ആയി, ഫസ്റ്റ് എക്സാമിന് തന്നെ എഴുതി കിട്ടി. അപ്പോ രണ്ടുപേരും തമ്മിലുള്ള ഡിഫറൻസ് എനിക്ക് തന്നെ ശരിക്കും അറിയാലോ. അത് കാരണം ഇപ്പൊ ഞാൻ ഇവിടെ എത്തി മിസ്. ഇനി അടുത്ത വല്ല ഒരു സ്കൂളിൽ ജോയിൻ ചെയ്യണം, അത്ര മാത്രമേ ഉള്ളൂ ഇനി. ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അത് ഈ കാറ്റഗറിയുടെ പ്രശ്നം വലിയൊരു പ്രശ്നമാണ് മാഡം. അത് നമ്മൾ ഈ ജനറൽ അങ്ങനെ എല്ലാ കാറ്റഗറി ഇതിലും ഉണ്ടാവും. അതുകൊണ്ടാണ് പറയാനൊരു മടി. പക്ഷെ നമ്മൾ ഈ ജനറൽ ആയ ആൾക്കാർക്ക് നമുക്ക് എത്ര മാർക്ക് ഉണ്ടെങ്കിലും പേഴ്സൻറ്റേജ് ഉണ്ടെങ്കിലും ഒരുപാട് അഡ്മിഷനും എക്സാംസിനും ഒക്കെ നമുക്ക് ഭയങ്കര ഒരു വെല്ലുവിളി നേരിടുന്ന ഒരു പ്രശ്നമാണ് അത്. ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്, എന്താ മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് എഴുതിയാലോ എന്ന് വരെ ആലോചിച്ച ആളാണ് ഞാൻ. കാരണം എന്റെ മോളിപ്പോ ഇപ്പൊ +2 പാസ്സായി അവള്. അപ്പൊ ഫുൾ A+ ഉണ്ട്. അവള് എന്താ ബയോളജി സയൻസ് ആണ് എടുത്തിരുന്നത്. +2 പാസ്സായി അവള്. അപ്പൊ അവൾക്കിപ്പോ ഫുൾ A+ ഉണ്ട്. 95%, 96 ഒക്കെ ഉണ്ട് അവൾക്ക്. പക്ഷെ അവള് ഗവൺമെന്റ് കോളേജിൽ അവൾ ഇവിടെ ഞങ്ങൾക്ക് NSS ഒറ്റപ്പാലം കേട്ടിട്ടുണ്ടോ? NSS കോളേജ് ഒറ്റപ്പാലം, പാലക്കാട് ജില്ലയിലെ ആ കോളേജിലാണ് അഡ്മിഷൻ. അവൾക്ക് അവിടെ പഠിക്കണം എന്നാണ് ആഗ്രഹം. അപ്പൊ ഗവൺമെന്റ് കോളേജാണ്. അപ്പൊ അവിടെയാണ് ഫസ്റ്റ് കൊടുത്തത്. അപ്പൊ അങ്ങനെ അലോട്ട്മെന്റിൽ ഒന്നും അവർക്ക് കിട്ടിയില്ല. അപ്പൊ ഇവളെക്കാൾക്കും പേഴ്സൻറ്റേജ് കുറവായ കുട്ടികൾക്കും ഒക്കെ ഇങ്ങനെ അവിടെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ പോയി അന്വേഷിച്ചപ്പോ അഡ്മിഷൻ ഒക്കെ ഫുൾ ആണെന്നാ പറഞ്ഞത്. എന്നിട്ട് അവൾക്ക് വേറൊരു കോളേജിൽ, വേറെ ഡിസ്ട്രിക്റ്റിൽ, മലപ്പുറത്ത് അവൾക്ക് വേറൊരു കോളേജിൽ കിട്ടി. അതും ഗവൺമെന്റ് എയ്ഡഡ് അങ്ങനത്തെ കോളേജാണ്. അപ്പൊ അവൾക്ക് ഇഷ്ടപ്പെട്ട വിഷയത്തിനല്ല അവിടെ കിട്ടിയത്. അപ്പൊ എന്നിട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് ചേർന്നു, ടെമ്പററി ആയിട്ട് പോയിട്ട് ചേർന്നു. എന്നിട്ട് പിന്നെയും ഞാൻ കുറെ തവണ പോയിട്ട് ലാസ്റ്റ് വരെ ഞങ്ങള് ഇതിന് വേണ്ടിയിട്ട് അവിടെ കിട്ടാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചു. പിന്നെ എന്നിട്ട് ലാസ്റ്റ് കമ്മ്യൂണിറ്റി കോട്ടയിലാണ് ഈ കാറ്റഗറി അവിടെ NSS ഈ നായർ വിഭാഗത്തിന്റെ ഒരു ഇതാണത്. അതിന് ഈ കമ്മ്യൂണിറ്റി കോട്ടയിലാണ് എന്നിട്ട് അവിടെ കിട്ടിയത്. എന്നിട്ടും എല്ലാവർക്കും ഈ ഗ്രാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ടും ഈ കുട്ടിക്ക് പിന്നെയും ഇങ്ങനെ ഫീസ് എക്സാമിന് എഴുതണമെങ്കിൽ നമ്മൾ ഫീസ് കുറച്ചെങ്കിലും അടക്കണം എന്ന് പറഞ്ഞിട്ട് 10,000 രൂപ ഇപ്പോ കെട്ടി വെച്ചിട്ടാണ് ഇപ്പോ അവൾക്ക് ഇപ്പൊ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് അവിടെ ചേർത്തത്. അപ്പോ ഈ കാറ്റഗറിയുടെ ഇത് ശ്രീലക്ഷ്മി പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ്, അത് വലിയൊരു പ്രശ്നം തന്നെയാണ്.
മാർക്കുള്ള അത് കുട്ടികൾക്ക് വലിയ അതൊരു പ്രശ്നമാണ് വിഷമാണ്. മിസ്. അത് പറയാൻ എല്ലാവർക്കും ഭയങ്കര പേടിയുമാണ്. അത് പറഞ്ഞാൽ അപ്പൊ നമ്മൾ വേറെ ലെവലിലേക്ക് കാര്യങ്ങൾ എത്തും. ജാതി പറഞ്ഞു, അത് പറഞ്ഞു, ഇത് പറഞ്ഞു എന്ന് പറയും. പക്ഷെ സത്യം പറഞ്ഞാൽ നമുക്ക് ഈ വീക്ക് ആയിട്ടുള്ളവരെ ബുദ്ധിയുടെ പേരിലല്ലല്ലോ മിസ്സെ തരംതിരിക്കണ്ടേ. അവർക്ക് ഫിനാൻഷ്യലി അല്ലേ അവർക്ക് വേണ്ടത് സപ്പോർട്ട്. അപ്പൊ ഞാൻ പറയണത് ഒരു PSC എക്സാമിനാണെങ്കിലും ഇപ്പൊ വളരെ എന്താ പറയാ, നമ്മൾ റിസർവ്ഡ് കാറ്റഗറി എന്ന് പറഞ്ഞ ആൾക്കാർക്ക് അവർ സ്കോളർഷിപ്പ് കൊടുത്തിട്ട് ഫ്രീ ആയിട്ട് കോച്ചിങ് ഒക്കെ കൊടുത്തിട്ട് അവർ പഠിപ്പിച്ചോട്ടെ. പക്ഷെ എക്സാം എഴുതുമ്പോൾ മാർക്കിൽ എന്തിനാണ് തരംതിരിവ്? അതായത് ഒരു കാറ്റഗറിക്ക് 90 മാർക്ക് കിട്ടിയാലേ ഒരു സാധനം ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ മറ്റേ ആൾക്ക് സെയിം ഒരു 50 കിട്ടിയാലും അവർ കയറി പോവുക. അപ്പോ ബുദ്ധിയുടെ കാര്യത്തിൽ റിസർവേഷൻ ഉണ്ടാവുമോ? ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. ഇപ്പൊ ഒരു കാസ്റ്റിൽ ഒരാൾ ജനിച്ചു എന്ന് വെച്ചിട്ട് അയാൾക്ക് ബുദ്ധി കുറവൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ എന്തിനാണ് ഗവൺമെന്റ് ഇങ്ങനെ ഈ ഒരു മാർക്കൊക്കെ കുറച്ചിട്ട് റിസർവേഷൻ കൊടുക്കണത്? ഇനി പണ്ടത്തെ കാലത്തായിരിക്കും ചിലപ്പോ ഇങ്ങനെ ജാതികളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ അതൊക്കെ അന്ന് കഴിഞ്ഞില്ലേ. ഇപ്പോഴും നമ്മൾ അത് വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ ആ അതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ സത്യ. എന്ന് പറയുന്ന ആ സംഭവം ഫോം ചെയ്തല്ലോ, കോൺസ്റ്റിറ്റ്യൂഷൻ ഈ രൂപീകരിച്ചപ്പോൾ ശ്രീലക്ഷ്മി പറഞ്ഞ അതന്നെ എനിക്കും പറയാനുള്ളത്. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാറുണ്ട് പല കാര്യങ്ങൾക്കും. അതേപോലെ ഒരുപാട് സ്കോളർഷിപ്പ് അത് ഇതൊക്കെ കിട്ടും ഓരോ കുട്ടികൾക്ക്. നമുക്ക് അങ്ങനെ ഒന്നും കിട്ടാറുമില്ല, ഒന്നുമില്ല. ഒക്കെ ഈ ഒരു കാറ്റഗറി കാരണം ഭയങ്കര പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട് പലതവണ. അതെ അപ്പം മിസ്സേ, എനിക്ക് ശരിക്കും റിസർവ്ഡ് ശ്രീലക്ഷ്മിയോട് കാറ്റഗറിയുടെ അത്ര പറഞ്ഞോളൂ. ശ്രീലക്ഷ്മിയോട് എനിക്ക് കാര്യം പറയാനുള്ളത്, ശ്രീലക്ഷ്മി ലാസ്റ്റ് ടൈം ഒന്നുകൂടി എഴുതണം എന്നാണ്. കാരണം എനിക്കൊരു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി 20 വയസ്സിൽ PSC തുടങ്ങിയതാ. 36 വയസ്സിൽ ലാസ്റ്റത്തെ അറ്റംപ്റ്റിലാണ് ചേച്ചിക്ക് ജോലി കിട്ടിയത്. ജനറൽ കാറ്റഗറി ആയിരുന്നു. അപ്പൊ ചേച്ചി എല്ലാ സർക്കാരിനെയും എല്ലാരും ചീത്ത വിളിക്കുമായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഒന്നും ഒരു താല്പര്യം ഇല്ലാതെ എഴുതിയപ്പോഴാണ് ജോലി കിട്ടിയത്. ഇപ്പോ ലോട്ടറിയുടെ സെക്ഷനിലാണ് ജോലി കിട്ടിയിരിക്കുന്നത്. അപ്പൊ ലാസ്റ്റ് ഒരിക്കൽ കൂടി എഴുതി നോക്കണം. ചിലപ്പോ പറയാൻ പറ്റില്ല, അവിടെ ആയിരിക്കും നമ്മുടെ ലക്ക് ഉണ്ടായിരിക്കുക. ശ്രീലക്ഷ്മി ഒരു കാര്യം ചെയ്യും, ഞാൻ പറയുന്ന ഒരു കാര്യം ശ്രീലക്ഷ്മി ചെയ്യാമോ? ചെയ്യാം മിസ്സേ, ആര് പറയണതും ചെയ്യും. ഞാൻ ഇത്രയും നാള് ചെയ്തിരുന്നു. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം 2 മണി തൊട്ട് 3:15 വരെ എക്സാം എഴുതുക. ഡെയിലി ഒരു പേപ്പർ എടുക്കുക, ഒരു മോഡൽ എക്സാമിനേഷന്റെ പേപ്പറോ അല്ലെങ്കിൽ PSC നടത്തിയിട്ടുള്ള മെയിൻ പേപ്പറോ അല്ലെങ്കിൽ പ്രിലിമിനറിയോ ഏതെങ്കിലും എടുത്തിട്ട് എക്സാം മാത്രം ഒന്ന് എഴുതി നോക്കി. ഇനി നമുക്കറിയില്ല, ശ്രീലക്ഷ്മി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അത് കിട്ടാത്തത്? ഇനി ഞാൻ കോച്ചിങ് സെന്ററിൽ പഠിപ്പിക്കാൻ പോകുന്ന ഒരാളാണ്. അപ്പൊ പല കുട്ടികളും എന്നോട് പറയാറുണ്ട്, ഞങ്ങൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, എനിക്ക് കിട്ടുന്നില്ല മിസ്, എന്തുകൊണ്ടാന്നൊക്കെ പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് പലരുടെയും കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ഒരു എക്സാം എഴുതാത്തതുകൊണ്ടാണ് പലർക്കും കിട്ടുന്നത്. കുറെ നമ്മൾ വാരി വലിച്ച് പഠിച്ചിട്ട് കാര്യമില്ല, പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യണം. പക്ഷെ ശ്രീലക്ഷ്മിക്ക് തോന്നുന്നു ഇത്രയും നാളത്തെ ഒരു കാലത്തിനിടയിൽ കുറേയധികം കാര്യങ്ങൾ ഫാക്ടുകളും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, പ്രോപ്പർ റിവിഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ LD-യിൽ അത്രയും മാർക്ക് കിട്ടിയത്. അപ്പോ ഈ ഒരു പഠിക്കണം അല്ലെങ്കിൽ റിവിഷൻ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്തു. ഇനി ഒരു ഏപ്രിൽ വരെയുള്ള ഒരു സമയമില്ലേ, ആ സമയത്ത് ഏതെങ്കിലും ഒരു എക്സാമിന് ഇങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റിയാലോ, ഒന്ന് എക്സാം എഴുതി നോക്കുക. അതും PSC മിസ് ഇത് ചെയ്ത് നോക്കാനേ. ഇപ്പൊ നമുക്കെന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള വർഷങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എന്റെ അമ്മയാണെങ്കിലും ഈ കുട്ടികളെ നോക്കാനൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇത്രയും കാലം അവരെ ബുദ്ധിമുട്ടിച്ചു. ഇനിയാണെങ്കിലും എനിക്ക് ഒരു സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റില്ല. മിസ്സിന് അറിയാലോ, മോണ്ടിസോറിയുടെ ക്ലാസ്സിന് ചേർന്ന അതിനും ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് ക്ലാസ്സിൽ കയറണം. അപ്പോഴേക്കും കുട്ടികൾ സ്കൂളിൽ നിന്ന് വരും. അപ്പൊ നമുക്ക് ഇനി ഒരു സമയം കണ്ടെത്തണമെങ്കിൽ നമുക്ക് ഈ കുട്ടികളെ വീണ്ടും ആരെങ്കിലും നോക്കാൻ ഏൽപ്പിക്കണം. അപ്പൊ ഇനി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണ്ട എന്നാണ് എനിക്ക് തന്നെ സ്വയം മനസ്സിലായി. ഇത്ര കാലം എന്റെ അമ്മയൊക്കെ എത്ര സഫർ ചെയ്തു, എന്നിട്ടും നമുക്ക് എവിടെ എത്താൻ പറ്റിയില്ല. അപ്പൊ ഇനി അങ്ങനെ ഒരു എക്സാം എഴുതുന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാതെ പറ്റണ പോലെ അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ നോക്കിയിട്ട് എഴുതാന്ന് മാത്രമേ എനിക്ക് പറ്റുള്ളൂ മിസ്സേ. കാരണം നമ്മുടെ ജീവിതവും നമ്മുടെ കൂടെ കൊണ്ടുപോകണമല്ലോ. എക്സാം മാത്രം ഒന്ന് എഴുതി നോക്കുക, അപ്പൊ നമുക്ക് അറിയാലോ നോക്കാം മിസ്സേ, നോക്കാം. എന്തായാലും എഴുതാം. ചെയ്ത് നോക്കുക. ലാസ്റ്റ് ചാൻസിലാണ് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തതിന്റെ ലക്ക് വരണതെങ്കിലോ ജസ്റ്റ് എഴുതാന്ന് മാത്രല്ലോ, നോക്കാലോ. ചെയ്യാം. ഇപ്പൊ മൃദുല പറഞ്ഞു, അമ്പിളി പറഞ്ഞു, മിസ് പറഞ്ഞു. ഞാൻ ചെയ്യാം മിസ്, എന്തായാലും ചെയ്യാം. ആ ഒരു സമയത്ത്, അതായത് PSC എക്സാം നടത്തുന്ന സമയം 2 മണി തൊട്ട് 3:15 വരെയാണ്. മെയിൻ എക്സാം ആണെങ്കിൽ 3:30 വരെ നടത്തും. ആ ഒരു ഇതിൽ ഇപ്പൊ മെയിൻ പേപ്പർ എടുക്കുമ്പോൾ ആ ഒരു സമയത്തിനനുസരിച്ച് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക. പ്രിലിമിനറി ആണെങ്കിൽ ആ ഒരു സമയത്തിന്. പിന്നെ മോഡൽ എക്സാംസ് നമുക്കറിയാലോ, സോഷ്യൽ മീഡിയസിലൊക്കെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് ടെലിഗ്രാം വഴി കിട്ടുന്നുണ്ട്, അതുപോലെ വാട്സപ്പ് വഴി. അപ്പൊ അതൊക്കെ പരമാവധി യൂസ് ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ശ്രീലക്ഷ്മിക്ക് എവിടെയാണ് പാളിച്ച പറ്റിയിരിക്കുന്നതെന്ന് അറിയാനായിട്ട് സാധിക്കും കേട്ടോ. പഠിക്കൊന്നും വേണ്ട, ഞാൻ എപ്പോ
പഠിക്കാനോ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് റിവിഷൻ ഇനി മോണ്ടിസോറി ഉണ്ട് അപ്പൊ അതിന്റെ കൂടെ അത് വേണ്ട അങ്ങനെ പറയുന്നില്ല. എക്സാം എഴുതി നോക്കി, എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മൾ കോമ്പൻസേഷൻ ആണ് പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കോമ്പൻസേഷൻ ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് വൺ ആണ് റേഷണലൈസേഷൻ. അതൊന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. മൈൻഡിലൊന്നും എല്ലാവർക്കും റീഡ് ചെയ്യാം. ഇത് വായിച്ചു നോക്കിയാൽ മിസ്സേ, ഞങ്ങൾ ഒരു ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. അതിന്റെ ഉദാഹരണം മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായിക്കോളും എന്താണ് റേഷണലൈസേഷൻ എന്ന്. പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയേണ്ടി വരില്ല മിസ്സേ. ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തു. അതില് ആകെ 2 or 3 പേരല്ലാതെ ആരും ആക്റ്റീവ് അല്ല. അപ്പോ ഈ റേഷണലൈസേഷൻ ആണ് അവിടെ നടക്കുന്നത്. അവര് എന്തുകൊണ്ടാണ് വരാത്തതെന്ന് പറയാൻ കാരണങ്ങൾ അവർക്ക് ഉണ്ടാവും. ഈവൻ ചില ആൾക്കാരൊന്നും കാരണങ്ങൾ പോലും പറയുന്നില്ല. മിണ്ടാതെ സൈലന്റ് ആയിട്ട് എല്ലാ ഓഡിയോയും പ്ലേ ചെയ്തിരിക്കുന്നവരുണ്ട്. ചിലര് സൈനിൻ ഒക്കെ പറയുന്നത് പോലെ തന്നെ അവർക്ക് ബിസിയാണ്. ഞാൻ തന്നെ പലപ്പോഴും ആ ഗ്രൂപ്പിൽ ഓഡിയോ ഇട്ട് ചോദിക്കുന്നുണ്ട്. ഒരു IAS ഓഫീസർമാർക്ക് പോലും ഇത്രയും തിരക്കുണ്ടാവില്ല ജസ്റ്റ് ഒന്ന് വന്ന ഒരു ഓഡിയോ ഇട്ടിട്ട് പോവാൻ. ആകെ ഉള്ള ഒരു 3-4 പേരുണ്ട്. ഞാൻ എല്ലാരും അല്ലാട്ടോ പറയണേ. അവരല്ലാതെ ആരും ആ ഗ്രൂപ്പിൽ ആക്റ്റീവ് അല്ല. പക്ഷെ അത് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു തിരക്കും ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര സംഭവമാണ്. അങ്ങനെ തിരക്കിട്ട് ഇങ്ങോട്ടേക്ക് പേര് തന്ന് ചേർന്നവര് പോലും ഒന്ന് വയറൊന്നും മിണ്ടില്ല. അപ്പൊ അവർക്ക് പല പല കാരണങ്ങളുണ്ട് പറയാൻ. അപ്പൊ ഇതാണ് സംഭവം. റേഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റാത്തതിന് അത് ഇതുകൊണ്ടാണ് അത് അതുകൊണ്ടാണെന്ന് പറഞ്ഞ് നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുന്നതാണ് ഈ റേഷണലൈസേഷൻ. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ ലെറ്റ്സ് ടോക്ക് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് ഗ്രൂപ്പാണ്. ഓക്കെ, ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ പറഞ്ഞത്. അതായത് പരാജയങ്ങൾ നടക്കുന്ന സമയത്ത് തെറ്റായ ന്യായീകരണം കണ്ടെത്തി ആശ്വാസം നൽകുന്നതിനെയാണ് റേഷണലൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. പരാജയങ്ങൾ നടക്കുന്ന സമയത്ത് തെറ്റായ ന്യായീകരണം നടത്തി ആശ്വാസം കണ്ടെത്തുന്നു. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, എക്സാമിന് തോറ്റ കുട്ടി ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആയതുകൊണ്ടാണ് താൻ തോറ്റത്, അല്ലാതെ പഠിക്കാത്തത് കൊണ്ടല്ല എന്ന് പറയും. നമ്മളൊക്കെ പഠിച്ചിരുന്ന സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്നതല്ലേ റേഷണലൈസേഷൻ? ആണോ? എക്സാമിന് എന്തെങ്കിലും മാർക്കൊക്കെ കുറയുമ്പോൾ ചിലപ്പോ നമ്മൾ പറയൂ അല്ലെ, ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര ടഫായിരുന്നു, ഓപ്ഷൻ ഒന്നും മനസ്സിലാവുന്നേ ഉണ്ടായിരുന്നില്ല, അങ്ങനെയൊക്കെ പറയില്ലേ? അപ്പൊ തെറ്റായ ന്യായീകരണം കണ്ടെത്തി മനസ്സിനെ അതായത് നമ്മൾ നമ്മളുടെ കുറ്റം ഒരിക്കലും സമ്മതിക്കാനായിട്ട് തയ്യാറല്ല. അതിന് പകരം നമ്മൾ കാര്യങ്ങൾ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്നു, യഥാർത്ഥ കാര്യങ്ങൾ വളച്ചൊടിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ കഴിഞ്ഞ ക്ലാസ്സിൽ. അതായത് ശരിക്കുമുള്ള സംഭവത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, മാറ്റി നിർത്തിയിട്ട് അതിനെ വളച്ചൊടിച്ച് വേറൊരു രീതിയിൽ നമ്മൾ ഫോം ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, ഇവിടെ എക്സാമില് ഒരു കുട്ടി തോക്കുകയാണ് ചെയ്തത്. പക്ഷെ തോറ്റ കുട്ടിയോട് ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നീ തോറ്റതെന്ന് ചോദിക്കുമ്പോ പറയാണ്, ശരിക്കും പറഞ്ഞാല് പറയാം നമുക്കല്ലേ, ഞാൻ പഠിക്കാത്തതുകൊണ്ടാണ് ഞാൻ തോറ്റത്. പക്ഷെ നമ്മളുടെ എന്താ പറയാ അഭിമാനം ചിലപ്പോ അതിനെ നമ്മളെ സമ്മതിച്ചെന്ന് വരില്ല. അപ്പൊ മറിച്ച് നമ്മളൊരു ന്യായീകരണം അവിടെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. എന്താണ് ന്യായീകരണം കണ്ടെത്തുന്നത്? ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആയിരുന്നു, അതുകൊണ്ടാണ്. അതായത് ഞാൻ പഠിച്ച ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ, ഔട്ട് ഓഫ് സിലബസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ടെക്സ്റ്റ് ബുക്കിൽ അല്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതെന്ന് കുട്ടി പറയുവാണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ന്യായീകരണത്തെ കണ്ടെത്തുന്നതിനെ നമ്മൾ റേഷണലൈസേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? അതൊക്കെ ഡിഫറൻസ് മെക്കാനിസം ആണ് കേട്ടോ, കോമ്പൻസേഷൻ ആൻഡ് റേഷണലൈസേഷൻ. ഓക്കെ, ദെൻ മൂന്നാമത്തെ നോക്കിക്കോളൂ കേട്ടോ, എന്താണ് പ്രൊജക്ഷൻ എന്ന് നോക്കാം. മൂന്നാമത്തത് വായിച്ചോളൂ. ഇത് മൊത്തമായിട്ട് നമ്മൾ ഇതാക്കേണ്ട കാര്യമില്ല,
ഏകദേശം ഒരു ഐഡിയ ഞാൻ പറഞ്ഞല്ലോ, ഇത് സൈക്കോളജിയുമായിട്ട് റിലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് എന്താണെന്ന് ഒരു ഐഡിയ അറിഞ്ഞിരുന്നാണ്. ഓക്കെ, വായിച്ചു കഴിയുമ്പോ ഒന്ന് കമ്പ ചെയ്യാം കേട്ടോ. എന്താണ് ശ്രീലക്ഷ്മി പ്രൊജക്ഷൻ? അത് മിസ് മുമ്പ് ഒരു ക്ലാസ്സിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്സിനാണ് ഒരു കുട്ടിക്ക് 100-ല് ആ കുട്ടിക്ക് ഒരു 30 മാർക്കേ കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ വീട്ടില് വഴക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മാർക്കല്ല ആദ്യം പറയാ, നമ്മൾ മറ്റുള്ളവരുടെ മാർക്ക് പറയും. എല്ലാവർക്കും 30-ല് താഴെയുള്ളൂ, അല്ലെങ്കിൽ എല്ലാവർക്കും 30 കിട്ടിയുള്ളൂ, ആർക്കും 50-ൽ കൂടുതലില്ല. അങ്ങനെ മറ്റുള്ളവരുടെ കുറവുകളെ ചൂണ്ടിക്കാട്ടി നമ്മുടെ കുറവുകളെ മറയ്ക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെയാണ് മിസ് എനിക്ക് മനസ്സിലായത്. മനസ്സിലായതല്ലേ? ഇനി വേറെ ശ്രീലക്ഷ്മി അല്ലാതെ വേറെ ആരെങ്കിലും പറയാമോ? മാം ഇപ്പോ നമ്മളേതെങ്കിലും ഒരു നമ്മൾ ചെയ്ത കുറ്റം മറ്റൊരാളിൽ ചുമത്തുക, അതാണോ ഉദ്ദേശിച്ചത്? അതെ അതെ, അതാണ് കേട്ടോ. അതാണ് അമൃതല പറയാൻ ഉദ്ദേശിച്ചേ. മാം അതെ, ഇപ്പോ നമ്മൾക്ക് എന്തെങ്കിലും പരാജയങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ തെറ്റ് കാരണമായിരിക്കും അത് നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ അത് വേറൊരാളെ കാരണമാണ് നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നതും നമ്മളത് വരുത്തി തീർക്കും. ശരിക്കും പറഞ്ഞാൽ ഈ ഡിഫൻസ് മെക്കാനിസം കാരണം ഇപ്പൊ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. നമ്മുടെ ഈ ചുറ്റുവട്ടം ഫുൾ എല്ലാവരും ഇത് തന്നെ പ്രയോഗിക്കും. ഇത് ആരാണ് പറയുന്നത് ശരി തെറ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. അതായത് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് പരാജയങ്ങൾ സംഭവിച്ചാൽ മറ്റുള്ളവരിലേക്ക് കുറ്റം കണ്ടെത്തുന്നു. മറ്റുള്ളവരിലേക്ക് കുറ്റം ചാരുന്നതിനെയാണ് ഈ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയാം. എക്സാമ്പിളിന് തോറ്റ ഒരു കുട്ടി പറയുവാണ്, ഞാൻ പഠിക്കാത്തത് കൊണ്ടല്ല, ടീച്ചർ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് ഞാൻ തോറ്റതെന്ന് പറയുവാണ്. അപ്പൊ ടീച്ചർക്കാണ് അവിടെ കുറ്റം വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ നിങ്ങളുടെ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്ന ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എക്സാം എഴുതി. ഓക്കെ, നിങ്ങൾക്ക് മാർക്ക് വേണ്ട രീതിയിൽ കിട്ടിയില്ല എന്ന് പറയുവാണ്. ഓക്കെ, അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ മാർക്ക് കുറഞ്ഞു എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നിങ്ങൾ പറയും, ഞങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അശ്വതി ടീച്ചർ മര്യാദയ്ക്ക് പഠിപ്പിക്കാത്തതുകൊണ്ടാണ് എനിക്ക് മാർക്ക് കുറഞ്ഞെന്ന് പറയും. അതൊരു ഡിഫൻസ് മെക്കാനിസം അല്ലേ? ആണോ? അത് പ്രൊജക്ഷൻ അല്ലേ? അപ്പോ എന്താ പറയാ, അവിടെ കറക്റ്റ് ആയിട്ട്, അതായത് നല്ല രീതിയിൽ നമ്മൾ പഠിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുവാണെങ്കിൽ എന്തായാലും നമുക്കത് കിട്ടും, അത് ഉറപ്പാണ്. അപ്പോ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, അതായത് മറ്റുള്ളവരിലേക്ക്, അതായത് നമ്മളെ ഒരിക്കലും കുറ്റപ്പെടുത്താനായിട്ട് തയ്യാറല്ല. നമ്മളെപ്പോഴും ഒരു കംഫർട്ട് സോണിലായിരിക്കും നമ്മളെല്ലാവരും നിൽക്കുന്നത് അല്ലെ? എല്ലാവർക്കും അതാണ് ഇഷ്ടം. എപ്പോഴും ഒരു കംഫർട്ട് സോണിൽ ആകാനാണ് എല്ലാവർക്കും ഇഷ്ടം. അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ മുൻപോട്ട് പോകാനാണ്, അല്ലെങ്കിൽ മുന്നോട്ടുള്ള ജീവിതം നയിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. അതിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നതോ അല്ലെങ്കിൽ കുറേയധികം ചാലഞ്ചസ് ഒക്കെ വരുന്നതോ ഒന്നും ആർക്കും അത്ര താങ്ങാൻ പറ്റിയെന്ന് വരില്ല നമ്മുടെ ജീവിതത്തിൽ. ചില ആളുകളുണ്ട് ധാരാളം സ്ട്രഗിൾ ചെയ്തിട്ട് ജീവിക്കുന്നവരുണ്ട് കേട്ടോ. അവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സക്സസ് ആവുക ചെയ്യാം. മറിച്ച് ഒരു കാര്യവും എന്താ പറയാ, ഒരു പ്രശ്നം വന്നാൽ എങ്ങനെ നേരിടണം എന്നറിയാതെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ ഫേസ് ചെയ്യാതെ ഒളിച്ചോടുന്ന ചില ആളുകളും നമ്മുടെ ഇടയിലുണ്ട്. അപ്പോ ഇത്തരത്തില് എന്താ പറയാ, ഒരു ആളുടെ കുറ്റം, അതായത് നമ്മളുടെ കുറ്റമാണെന്ന് സംബന്ധിച്ചാൽ ഓക്കെ, അതിന് വേറെ ഒരു ഇതാണ്. അതായത് അങ്ങനെ ചിലവര് മാത്രമേ, എന്റെ അറിവില് ചിലവര് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ അങ്ങനെ. അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലേ, എന്തെങ്കിലും ഒരു എറർ സംഭവിക്കുമ്പോഴൊക്കെ അതെന്റെ കുറ്റം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് പറയാനായിട്ട് വളരെ ചുരുക്കം പേർക്കേ സാധിക്കുള്ളൂ. അങ്ങനെയാണോ? അങ്ങനെയല്ലേ? അതെ, കുറെ ആളുകളൊന്നും അങ്ങനെ ഉണ്ടാവില്ല. മെജോറിറ്റിയും മറ്റുള്ളവർക്കിലേക്ക് കുറ്റം കണ്ടെത്തുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ ആ ഒരു ഡിഫൻസ് മെക്കാനിസത്തെയാണ് നമ്മള് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത് കേട്ടോ. മാം, ഈ റേഷണലൈസേഷനും പ്രൊജക്ഷനും തമ്മിലുള്ള വ്യത്യാസം അതെന്താണ്? രണ്ടും ഒരുപോലെയാണല്ലോ തോന്നുന്നത്. രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ് വരുന്നത്. എന്നാല് പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ ഒരാളെ നമ്മൾ കുറ്റം ചാർത്തുകയാണ് ചെയ്യുന്നത്. റേഷണലൈസേഷൻ വരുമ്പോൾ നമ്മൾ ന്യായീകരണങ്ങൾ, പല കാരണങ്ങൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അതാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് കേട്ടോ. ഓക്കെ, നമ്മൾ വ്യക്തിയെ ഫോക്കസ് ചെയ്യാണ്. പ്രൊജക്ഷൻ പറഞ്ഞപ്പോ എന്റെ മോൻ ഇവിടെ കാണിക്കുന്ന കുറെ കാര്യങ്ങളാണ് ഇങ്ങനെ ഓർമ്മ വന്നുകൊണ്ടേയിരുന്നത്. ഈ കളിക്കാൻ പോണ സമയത്ത് ഇവൻ ഒറ്റയ്ക്ക് പോയി വീഴും. എന്നിട്ട് കൂടെ വന്ന കുട്ടി കാരണം ഞാൻ വീണു എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരും കരഞ്ഞിട്ട്. അവരിതുപോലെ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ പറയും ആ ഏട്ടൻ എന്നെ തള്ളി വിട്ടു, അതുകൊണ്ടാ ഞാൻ വീണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കരഞ്ഞിട്ട് ഓടി വരും. ഇങ്ങനെ കുറെ അവന്റെ കാര്യങ്ങൾ എനിക്ക് ഈ പ്രൊജക്ഷനിൽ ഓർമ്മ വന്നുകൊണ്ടിരുന്നു മാം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ. എന്തെങ്കിലും കുസൃതി ഒപ്പിച്ചേക്കും, ഇത് ഞാനല്ലമ്മ ചെയ്ത്, ആ ഏട്ടൻ എന്നോട് ചെയ്യാൻ പറഞ്ഞതാ, അതുകൊണ്ടാ ഞാൻ ചെയ്തു പറഞ്ഞിട്ടായിരിക്കും ഇങ്ങോട്ട് വരിക. അപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ മോന് കഴിഞ്ഞ വെള്ളിയാഴ്ച സൈക്കിൾ മേന്ന് വീണു. സൈക്കിൾ മേന്ന് വീണിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്ന വഴിയാണ് അവൻ എന്നെ വിളിച്ചത്. കരഞ്ഞൂടാ വിളിച്ചപ്പോ ശബ്ദത്തിൽ വ്യത്യാസം വന്നു. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, എന്നോട് ചോദിക്കണം അമ്മ എവിടെയാ? അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോ നിന്റെ ശബ്ദത്തിൽ എന്താ വ്യത്യാസം എന്ന് പറഞ്ഞപ്പോ അമ്മ ഞാൻ വീണു എന്ന് പറഞ്ഞു എന്നോട്. അപ്പൊ എവിടെ വീണു? അതായത് സൈക്കിൾ മേന്ന് വീണു എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഫോൺ വെച്ചു. വീട്ടിൽ ചെന്നപ്പോൾ പാന്റ് ഒക്കെ കീറി നമ്മുടെ കാൽമുട്ടിന്റെ അവിടെ ഭയങ്കരമായിട്ട് വലുതായിട്ട് പൊട്ടിയിരിക്കുക ചെയ്യുന്നത്. അപ്പൊ എന്താണെന്ന് ചോദിച്ചു, വീണ കാരണം എന്ന് ചോദിച്ചു. അപ്പൊ ബൈക്കുകാരൻ വന്ന് ചാടിയെന്നാണെന്ന് പറഞ്ഞു. അതായത് അയാള് മുമ്പിൽ വന്ന് പെട്ടെന്ന് ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആള് പെട്ടെന്ന് വന്ന് ഇവന്റെ മുമ്പിൽ വന്ന് ബ്രേക്ക് ഇട്ട് നിന്നു എന്നാ പറയുന്നത്. അപ്പോ അച്ഛനുണ്ടായിരുന്നു ആ സമയത്ത്, ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. അപ്പൊ ചോദിക്കുകയാണ് നീ സ്പീഡിലാണോ ഓടിച്ചതെന്ന് ചോദിക്കുകയാണ്. ഞാൻ സ്പീഡിലൊന്നല്ല ഓടിച്ചത്, അയാള് വന്ന് പെട്ടത് കൊണ്ടാണ് ഞാൻ വീണത്, അല്ലെങ്കിൽ ഞാൻ വീണില്ലായിരുന്നു. അപ്പൊ ഒരിക്കലും അവൻ സമ്മതിക്കുന്നില്ല അവൻ സ്പീഡിലായിരിക്കാൻ ചിലപ്പോൾ ഓടിച്ചത്. കാരണം അത് ചാൻസ് ഇല്ല. കാരണം ഭയങ്കരമായിട്ട് തിരക്കുള്ള ഒരു സമയമാണ്. പിന്നെ എന്ന് പറഞ്ഞാല് ഇടവഴികളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ആ ബൈക്കുകാരൻ ചിലപ്പോൾ സൂക്ഷിച്ചായിരിക്കാം വണ്ടി ഓടിച്ചുകൊണ്ട് വന്നത്. പക്ഷെ ഇവൻ ഒരു കാരണവശാലും സമ്മതിക്കുന്നില്ല. ബൈക്കുകാരനെ തന്നെ കുറ്റം പറയുക ചെയ്യുന്നത്. അതൊരു ഡിഫൻസ് മെക്കാനിസം അല്ലേ കുഞ്ഞ് ഉപയോഗിക്കുന്ന? ആണോ? അപ്പൊ അവന്റെ കാര്യങ്ങൾ അവൻ സ്പീഡിൽ ഓടിച്ചിട്ടുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇതൊക്കെ അവന്റെ തെറ്റുകളാണ്. പക്ഷെ അതൊന്നും അവൻ അവിടെ പറയുന്നില്ല. അവൻ ആ ബൈക്കുകാരനെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇത് പ്രൊജക്ഷന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞ കാര്യം. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്? നമ്മളിപ്പോ 3 കാര്യങ്ങൾ പഠിച്ചല്ലോ. ഓരോന്നെങ്കിലും ഓരോരോ എക്സാമ്പിൾ നിങ്ങളൊന്ന് എഴുതി. റേഷണലൈസേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എഴുതുക കേട്ടോ. റേഷണലൈസേഷൻ എഴുതുക, അതുപോലെ പ്രൊജക്ഷൻ എഴുതുക, കോമ്പൻസേഷൻ എഴുതുക. 3 എക്സാമ്പിൾ എഴുതുക. 5 മിനിറ്റ് സമയം തരാം കേട്ടോ. ഹലോ, മേഡം ഞാൻ ജസ്റ്റ് പുറത്തിറങ്ങിട്ടോ അമ്മയുടെ കൂടെ ഹോസ്പിറ്റലിൽ ഒന്ന് പോണം. അതുകൊണ്ട് ഞാന് പോവാണ് കേട്ടോ ക്ലാസ്സിന്.
ഓക്കെ, കുഴപ്പമില്ല റോഷ്ന. എഴുതി കഴിഞ്ഞവര് വായിക്കാം കേട്ടോ. വായിക്കട്ടെ മിസ്സേ? വായിച്ചോളൂ ശ്രീലക്ഷ്മി. Compensation. When I am feel insecure about my physical abilities, I will try to focus more on my academics. പിന്നെ rationalization. When I am not just participating in any programs like quiz competition or any other competitions, I will say I am not well. Actually, I am not well, but I am trying to escape from my responsibility. പിന്നെ projection. Whenever I quarrel with my husband, I will always say that my husband is lying to me and it is the reason for our quarrel. ഇത്രയാണ് മിസ് എഴുതിയേ. ഓക്കെ ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. വേറെ ആരാണ്? എല്ലാരും ലെഫ്റ്റ് ആവുകയാണല്ലോ. ഒരു കാര്യം ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ എഴുതിക്കൊണ്ട് വരാം കേട്ടോ. എല്ലാവരെയും കൊണ്ട് ഞാൻ വായിപ്പിക്കും കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സില് കോമ്പൻസേഷൻ, ശ്രീലക്ഷ്മി എഴുതണ്ട. ഓക്കെ, ശ്രീലക്ഷ്മി ഇപ്പൊ വായിച്ചല്ലോ. കോമ്പൻസേഷൻ, റേഷണലൈസേഷൻ ആൻഡ് പ്രൊജക്ഷൻ, ഈ 3 ഡിഫൻസ് മെക്കാനിസത്തിനും ഒരു എക്സാമ്പിൾ വീതം എഴുതിക്കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, അടുത്ത ട്യൂസ്ഡേ. ഓക്കെ, അപ്പൊ നമുക്ക് സൈൻ ഔട്ട് ചെയ്യാം. ആരാ സൈൻ ഔട്ട് ചെയ്യുന്നേ? ഞാനാണ് മാം. ഓക്കെ, ആരതി. അവരുടേതായ ഓരോ പോയിന്റ്സിന് അവരുടേതായ എക്സ്പീരിയൻസും ഒക്കെ പറഞ്ഞ് വളരെ നല്ല രീതിയിൽ തന്നെയായിരുന്നു ഇന്നത്തെ ക്ലാസ് ഉണ്ടായിരുന്നത്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കുവാനും ഓരോന്നും നമുക്ക് നോട്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത് നോട്ട് ചെയ്ത് വയ്ക്കുവാനും എല്ലാം വളരെ കൃത്യമായി തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഹലോ, കേൾക്കുന്നില്ലേ മാം? കുറച്ചും കൂടി വെച്ച് വോയിസ് ഒന്ന് കൂട്ടി പറയാമോ? ഇന്നത്തെ ക്ലാസ് വളരെയധികം ഡിഫൻസ് മെക്കാനിസത്തെ ഓരോരുത്തരും എക്സ്പീരിയൻസ് അവരുടെ കേൾക്കുന്നില്ല കേട്ടോ ആരതി, കേൾക്കുന്നില്ല. അറിയത്തില്ല മാം, എന്താണ് വോയിസ് തീരെ ക്ലിയർ ഇല്ല എന്നാണോ? അതായത് ഗ്യാപ്പ് ഉണ്ട് ഭയങ്കരമായിട്ട്, അകലെ നിന്ന് പറയുന്ന പോലെ. അയ്യോ, അകലെ നിന്നല്ല പറയുന്നത്, നോർമലായിട്ട് തന്നെ സംസാരിക്കുന്നത്. ഹലോ മാം, പറഞ്ഞോളൂ ആരതി. ഇപ്പൊ പറഞ്ഞ പോലെ ഒന്ന് പറയാമോ? ചിലപ്പോ സ്പീഡ് കൂടിയിട്ടാണോ മനസ്സിലാവാത്തത്? അല്ല, കേൾക്കാത്തോണ്ടാണ്. സ്പീഡ് കൂടുതലായതുകൊണ്ടല്ല, ക്ലിയർ അല്ല, അതുകൊണ്ടാണ് കേട്ടോ. റേഞ്ച് പ്രോബ്ലം ഉണ്ട്. മഴയായ കാരണേ ഫുള്ള് പ്രോബ്ലങ്ങളാണ് ഇപ്പോ. പ്രശ്നമില്ല, റേഞ്ചിന്റെ കാര്യമൊക്കെ ക്ലിയർ ആയി. ഇപ്പൊ പറഞ്ഞു നോക്കിയേ. ഇന്നത്തെ ക്ലാസ് ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ചിട്ടുള്ള നമ്മുടെ ക്ലാസ് വളരെ രസകരമായിരുന്നു. അതേപോലെ ഓരോ പോയിന്റ്സും പറയുമ്പോൾ അവരുടേതായ എക്സ്പീരിയൻസും എക്സാമ്പിൾ സഹിതം പറയുന്നത് കൊണ്ട് ഓരോ പോയിന്റ്സും വളരെ കൃത്യമായിട്ട് നമുക്ക് നോട്ട് ചെയ്യാനും അതിൽ മനസ്സിലാക്കുവാനും സാധിക്കുന്നുണ്ടായിരുന്നു. ഇത്രയാണ് ഞാൻ പറഞ്ഞത് മാം. നല്ല ക്ലാസ് ആയിരുന്നു പറഞ്ഞത്. ഇപ്പൊ കേൾക്കും. താങ്ക് യു മാം. താങ്ക് യു. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വീക്ക് കാണാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.